നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതിനു ശേഷം ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM MLA DK മുരളി സ്പീക്കർക്കും നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്കും എല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇത് വ്യക്തിയാധിഷ്ഠിതമായ നിലപാടല്ല, കോൺഗ്രസിൻ്റെ പൊതുനിലപാടാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വി ഡി സതീശൻ പറഞ്ഞതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ എത്തിക്സ് കമ്മിറ്റിക്കോ നിയമസഭയ്ക്കോ ഒന്നും തന്നെ അധികാരമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരള നിയമസഭയിൽ ഇടതുമുന്നണിയിലുള്ള എത്ര നേതാക്കന്മാരുടെ പേരിലാണ് വ്യാപകമായ തോതിലുള്ള സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും അയോഗ്യരാക്കേണ്ടി വരുമല്ലോ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു MLAയും സ്വഭാവദൂഷ്യത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ ബലാത്സംഗ കേസിൽ പ്രതിയായെന്നോ പറഞ്ഞ് അയോഗ്യനാക്കിയ ചരിത്രവും അവിടെയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് വൈരനിരാധന ബുദ്ധിയോടുകൂടി തന്നെ ഇറങ്ങി പുറപ്പെട്ട CPMൻ്റെ നിലപാടാണ് എന്നാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ്സിന് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണ് എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന കാര്യത്തിൽ എത്തിക്സ് കമ്മിറ്റിയിൽ അംഗങ്ങളായ കോൺഗ്രസ് അംഗങ്ങൾ ഒരു കാരണവശാലും അതിന് കൂട്ടുനിൽക്കില്ല, അതിനെ അംഗീകരിക്കുകയില്ല എന്ന നിലപാട് തന്നെയാണ് വി ഡി സതീശൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കോൺഗ്രസിൻ്റെ മാത്രമല്ല UDFലെ ഘടകകക്ഷികളുടെയൊക്കെ തന്നെ തീരുമാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊരു പരിധിവരെ സത്യവുമാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരെയും ഇത്തരം ഒരു കുറ്റത്തിൻ്റെ പേരിൽ അയോഗ്യനാക്കിയിട്ടില്ല. കേരള നിയമസഭ ചരിത്രത്തിൽ കൂറുമാറ്റത്തിൻ്റെ പേരിൽ ഒരു MLA പണ്ട് അയോഗ്യനാക്കിയിട്ടുണ്ട്. അത് സാക്ഷാൽ R ബാലകൃഷ്ണ പിള്ളയെയാണ്. 1987 അദ്ദേഹം കേരള കോൺഗ്രസ്സുകൾ ലയിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആയതിനു ശേഷം ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിടുകയും കേരള കോൺഗ്രസ് B എന്ന അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടി വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇത് കൂറുമാറ്റമായി കണക്കാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോസഫ് ഗ്രൂപ്പുകാർ സ്പീക്കറായിരുന്ന വർക്കല രാധാകൃഷ്ണൻ പരാതി നൽകുകയും വർക്കല രാധാകൃഷ്ണൻ R ബാലകൃഷ്ണപിള്ളയെ അന്ന് അയോഗ്യനാക്കുകയാണ് ചെയ്തത്. എന്നാൽ അടുത്ത് നടന്ന 1991 തെരഞ്ഞെടുപ്പിൽ R ബാലകൃഷ്ണപിള്ള വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ജയിച്ച് വീണ്ടും നിയമസഭയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്രിമിനൽ കേസിൽ പ്രതിയായി ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ ഇപ്പോൾ ആന്റണി രാജുവിൻ്റെ കാര്യം എടുക്കാം, അയാൾ സ്വാഭാവികമായും അയോഗ്യനാകും. പക്ഷെ അതല്ലാതെ ഒരാളിൻ്റെ പേരിൽ ഉയർന്ന ആരോപണത്തിൻ്റെ പേരിൽ, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ ഒന്നും ഇനിയും കോടതി വിധിച്ചിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരാളിൻ്റെ പേരിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ പേരിൽ FIR ഇട്ട് കഴിഞ്ഞാൽ ആ MLA അയോഗ്യനാക്കണം എന്ന് പറഞ്ഞ് കൊണ്ട് നിയമസഭാ സ്പീക്കറെയും എത്തിക്സ് കമ്മിറ്റിയൊക്കെ സമീപിക്കുന്നത് തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കുറ്റാരോപിതരെ അയോഗ്യരാക്കുന്ന ഈ രീതിയോട് തങ്ങൾക്കൊരിക്കലും യോജിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് UDFൻ്റെ തീരുമാനം. ഇതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വ്യക്തമാക്കിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഈ കേസും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായപ്പോഴൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒട്ടും അനുകൂലമായ നിലപാട് ആയിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു MLAയുടെ മാത്രം കാര്യമല്ല, ഇത് നാളെ ആർക്കും ഇത് ബാധകമാകാം എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ ഇവർ കണക്കാക്കുന്നത്. അതേസമയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാടെന്ന് മനസ്സിലാക്കേണ്ടി വരും. മന്ത്രി V ശിവൻകുട്ടി പോലും നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ബഹളം വയ്ക്കുന്നതും മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതും ഒക്കെ തന്നെ ഇനി ഒരിക്കലും ഭരണം കിട്ടുകയില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം കണക്കാക്കാൻ. ഇന്ന് പ്രതിപക്ഷ അംഗങ്ങൾ നിയമസഭയിൽ പ്രതിഷേധിച്ചപ്പോൾ അല്ലെങ്കിൽ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പ്രതിപക്ഷത്തെ MLAമാർ വടികൊണ്ട് അവിടുത്തെ വാച്ചാൻ വാർഡിനെ തല്ലി എന്നൊക്കെയാണ്. നിയമസഭയുടെ ചട്ടങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ട് വേണം നിയമസഭയിൽ പെരുമാറാൻ എന്നൊക്കെ പിണറായി വിജയൻ എന്ന് ദീർഘനേരം പ്രസംഗിക്കുമ്പോഴും അവർ ഓർക്കേണ്ടുന്ന കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് KM മാണി നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്ന ദിവസം അവിടെ നടന്ന പുകലുകൾ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. നിയമസഭയ്ക്കുള്ളിലെ സകല വസ്തുക്കളും തല്ലി തകർക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അന്ന് ഡെസ്കിന് മുകളിലൂടെ ഓടി നടന്ന് ബഹളം വെച്ചതും എല്ലാം എറിഞ്ഞു പൊട്ടിച്ചതും സ്പീക്കറുടെ കസേര എടുത്ത് താഴെ എറിഞ്ഞതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ അതൊന്നും തന്നെ മറക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിയമസഭയുടെ ചിട്ടവട്ടങ്ങളനുസരിച്ച് നടക്കണം, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, ഇത് പ്രതിഷേധത്തിൻ്റെ ഒരു രീതിയാണ് എന്ന CPMൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർ സ്വീകരിക്കാറുള്ള ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ അവർക്ക് ആഞ്ഞടിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസവുമുണ്ട്. ഈ നിയമസഭാ സമ്മേളനങ്ങളെല്ലാം തന്നെ സുപ്രധാന വിഷയങ്ങളിൽ നന്നായി പഠിച്ചു വന്ന് ഹോംവർക്ക് ചെയ്തു വന്ന് നിയമസഭയിൽ അതിശക്തമായ രീതിയിൽ ഭരണപക്ഷത്തോടെ ഏറ്റുമുട്ടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അവർ കഴിയുന്നില്ല. പ്രധാനമായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കൃത്യമായ ഉത്തരം പറയാൻ കഴിയാതെ തപ്പിത്തടയുകയാണ് CPM അവരുടെ കൂടെയുള്ളവരൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പരമാവധി നിയമസഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു പരിധിവരെ പ്രതിപക്ഷത്തെക്കാൾ ഇപ്പോൾ ഭരണകക്ഷിയുടെ തന്നെ ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കണമെന്ന നീക്കവുമായും CPM രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി 1-2 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ജനങ്ങളോട് ഇനി എന്ത് പറയും എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നു.
രക്തസാക്ഷിയുടെ ഫണ്ടിൽ കൈയിട്ട് വാരിയ പ്രശ്നം അവിടെയുണ്ട്. ഫണ്ട് പിരിച്ചതിനെക്കുറിച്ച് ജനങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാജൻ പിന്നീട് സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ തിരുത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ആകെ നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് തൽക്കാലത്തേക്ക് ഒരു തടി രക്ഷിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കണം എന്നുള്ള നീക്കവുമായി ഈ ഭരണകക്ഷി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും എത്തിക്സ് കമ്മിറ്റിയിൽ ഇത് വന്നാൽ പോലും UDF അംഗങ്ങൾ ഇതിന് ശക്തമായി പ്രതിഷേധിക്കുകയും ഈ കാര്യം അസാധ്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ രാഹുൽ എന്ന വ്യക്തിയെയല്ല, ഇതൊരു പൊതു അഭിപ്രായ നിലയിൽ നാളെ ആർക്കും സംഭവിക്കാം എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ ഇതിനെ കണക്കിലെടുത്തിട്ടുള്ളത്. അങ്ങനെ അതിശക്തമായി തന്നെ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല എന്നൊന്ന് ഇപ്പോൾ CPM-നും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്.